ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള രാവിലത്തെ ഫൈറ്റ്, അതിൽ ജാസ്മിൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് യാതൊരു പിടിയില്ല. ഒന്നാമത്, ഈ ഒരു മനുഷ്യനോട് പരസ്പര ബഹുമാനം എന്ന് പറഞ്ഞൊരു സംഗതി ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എടോ പോടോ പൊട്ട പട്ടി, അതുപോലെ അത് ഓരോരുത്തരുടെ സംസ്കാരമാണ്. അത് ജാസ്മിൻ പ്രകടിപ്പിച്ചു എന്ന് എനിക്ക് തോന്നിയുള്ളൂ. അത് നമ്മൾ ചുട്ടയിലെ ചീലം ചുടലവരെ എന്ന രീതി തന്നെയാണത്. ഒരാളെ ബഹുമാനിക്കുക, അതും പ്രായത്തിൽ മൂത്ത ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ അല്പം പോലും അറിയില്ല. വേണ്ട, ചേട്ടനോ ചേച്ചിയെന്നോ ഒന്നും വിളിക്കണ്ട, സാറേന്നോ ഒന്നും വിളിക്കണ്ട. അത്യാവശ്യം പേരെങ്കിലും ചൊല്ലി വിളിക്കാമല്ലോ. അത് ഇടൂ മനുഷ്യ എന്നൊക്കെ പല സംബോധനകൾ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് എടോ പോടോ പട്ടി പൂച്ച എന്തായി കാണിക്കുന്നത്? ഇതാണ് ജാസ്മിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, ജാസ്മിൻ പല പോയിന്റുകൾ പറഞ്ഞ് പലരുമായിട്ട് ബഹളം വെക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ജാസ്മിൻ പറയുന്ന പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കാതെ ജാസ്മിൻ്റെ മുഖഭാവവും ജാസ്മിൻ്റെ ഈ അനാവശ്യമായ ടോക്കും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് എപ്പോഴും വൈറലായി മാറുന്നത്. കാരണം നമുക്കൊരു രീതിയുണ്ട്, രീതിക്കനുസരിച്ചാണ് പലപ്പോഴും പെരുമാറുന്നത്. ഒരു മനുഷ്യനോട് പരസ്പര ബഹുമാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എത്ര ബഹളം വെച്ചാലും ഒരു പരിധി കൂടുതൽ അത് വിട്ടുമാറാൻ പാടില്ല എന്നുള്ളതാണ്. ജിൻഡോയുടെ സംസാര ശൈലി തന്നെ നമ്മൾ ശ്രദ്ധിച്ചു. ഇപ്പം ജിൻഡോ എടി ബോഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. കാരണം ജിൻഡോയേക്കാൾ വളരെ എളുപ്പമാണ് ജാസ്മിൻ. പക്ഷേ ജിൻഡോയെ കയറി എടൂ പോടൂ പൊട്ട എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ വിലയിടും. അതുപോലെ പലപ്പോഴും ഭാവം മാറുന്നത്, ജാസ്മിൻ്റെ ഭാവം മാറുന്നത് വേറെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ട് ജാസ്മിൻ വളരെ വേഗം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണ് പറയുന്നത്, ഏതാണ് പറയുന്നതെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് ജാസ്മിൻ തരം താഴ്ന്നു പോയി എന്ന് തന്നെയാണ് ആ വഴക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ജിൻഡോ പറഞ്ഞ പല കാര്യങ്ങളും പുറത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. ഗബ്രി ഒരുപക്ഷെ ടോപ്പ് 5-ൽ എത്തേണ്ട ഒരു മത്സരാർത്ഥിയാണെന്ന് ജിൻഡോ പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് ജിൻഡോ പറയുന്നത് അവൻ തകർന്നു പോയത് നീയുമായിട്ട് കൂട്ടുകെട്ടി വന്നതുകൊണ്ട് മാത്രമാണ് അവൻ പുറത്തായത് എന്ന് പറയുന്നുണ്ട്. അന്നേരവും ജാസ്മിന് പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ജിൻഡോ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അവനെ സംരക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല? കാരണം അവന് കഴിഞ്ഞ ആഴ്ച പുറത്തു പോയില്ലേ, നിനക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. കാരണം നിൻ്റെ ഗെയിം നീയുമായിട്ട് കൂട്ടുകെട്ടിയതാണ് അവന് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുമ്പം ജാസ്മിൻ്റെ നാവ് അണങ്ങിപ്പോകുന്നു. പിന്നെ ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ജിൻഡോ പറയുന്ന വാചകങ്ങളെല്ലാം നമ്മൾ പുറത്ത് പലപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഗബ്രിയെ സംബന്ധിച്ച് ഗബ്രി മികച്ച ഒരു ഗെയിമറായിരുന്നു. ഗബ്രി മികച്ച ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. ബിഗ് ബോസിന് പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു. പക്ഷേ ഗബ്രിക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച എന്ന് പറഞ്ഞാൽ ഈ കോംബോ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ കോംബോയിലൂടെ എന്തൊക്കെയോ ചെയ്തു കൂട്ടാം എന്ന് ഗബ്രി ധരിച്ചു. കാരണം അല്ലെങ്കിൽ ജാസ്മിൻ്റെ കെയർ ഓഫ് ഞങ്ങളെ രണ്ടുപേരെ ഇഷ്ടപ്പെടും. ഇതെല്ലാം സീസൺ 4 കണ്ട് പഠിച്ചതാണ് ഇവർ. അതൊക്കെ നമുക്ക് വേറെ ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. അപ്പം അങ്ങനെ വിചാരിക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ വോട്ട് കൂടുകയൊക്കെ ചെയ്യുമെന്നാണ് ഗബ്രിയും ജാസ്മിനും ഒക്കെ വിചാരിച്ചത്. ഗബ്രിയും ജാസ്മിനും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചില്ല, ഗബ്രി പുറത്താകുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. ജാസ്മിൻ പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അവൻ നന്നായി ഗെയിം കളിക്കത്തില്ലായിരുന്നു, പിന്നെ എന്തിനാവും പുറത്തായി എന്ന്, എന്തുകൊണ്ട് അവനെ പുറത്താക്കി എന്നുള്ളത്. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഈ കോംബോ അത്രയ്ക്ക് വെറുത്തുപോയി എന്നുള്ളതാണ്. ജാസ്മിനുമായിട്ട് കൂട്ടുകെട്ടിയത് ആൾക്കാർ അത്രമേൽ വെറുപ്പുണ്ടായി എന്ന് ജാസ്മിന് അല്പം മൂളയുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവൻ ഇത്രയും ഗെയിം കളിച്ചിട്ട് എന്തുകൊണ്ട് പുറത്തായതിന് ഒറ്റ ഉത്തരവേ ജാസ്മിന് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ജാസ്മിൻ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ നിരന്തരം ജിൻഡോ ആണ് കാരണക്കാരനാണെന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയാണ് ജിൻഡോയായിട്ട് ഏറ്റുമുട്ടുന്നത്. ഏതായാലും അധികമൊന്നും കളിക്കേണ്ടി വന്നില്ല. ജിൻഡോ ശരിക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇത് പുറത്ത് നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജിൻഡോ ജാസ്മിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. പല വാഴകളും അവിടെ ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ട്. നന്ദനയുണ്ട്, ശ്രീരേഖയുണ്ട്. ശ്രീരേഖയൊക്കെ മുഖം കാണുമ്പം എന്തോ ഒരു വലിയൊരു സംഭവം നടക്കുന്നത് പോലാണ്. ശ്രീരേഖ അല്പം കഴിഞ്ഞ് ചിലപ്പം ആരോടെങ്കിലും ചെന്ന് പറയാം അതിൻ്റെ കാര്യമില്ലായിരുന്നു, അവൾ വിഷമിച്ചിരിക്കുന്ന പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറയുമായിരിക്കും. പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. എന്നാലും
ജിൻഡോ ശരിക്കും കൊടുത്തു. അവിടുത്തെ മത്സരാർത്ഥികളിൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും ജിൻഡോയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അവരും കാണുകയല്ലേ ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളും, ജാസ്മിൻ്റെ ഭാഷയും പ്രയോഗങ്ങളും, ആ മുഖത്തൊക്കെ വിരിയുന്ന ആ ദേഷ്യമൊക്കെ കണ്ടു കഴിയണം. ഒരു പെൺകുട്ടിയും ഇങ്ങനൊന്നും പെരുമാറാനേ പാടില്ല എന്ന് തന്നെയാണ്. ഒരു പെൺകുട്ടിയെന്നല്ല, ഒരു മനുഷ്യരും ഇങ്ങനെയൊന്നും പെരുമാറാൻ, ഒരു മനുഷ്യനോട് ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.